വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ കുറേ നാളായി ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോ ഇങ്ങനെ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു കുക്കിംഗ് വീഡിയോ തന്നെ ആവാം. അപ്പോൾ ചിക്കൻ ഇരിപ്പുണ്ട്, അപ്പോൾ ചിക്കൻ വെച്ചിട്ട് തന്നെ ഒരു ഡിഷ് ആവാമെന്ന് വിചാരിച്ചു, ചിക്കൻ റോസ്റ്റ്. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ഇതേ സ്പൈസസുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ജീരകം, പെരുംജീരകം, പിന്നെ മുഴുവൻ മല്ലി, പിന്നെ മുഴുവനായ കുരുമുളകും, ഇതും ഒക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമുക്കിത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായി ചൂടാക്കിയാലാണ് പൊടിയുക. അപ്പോൾ നല്ല അധികം പൊടിഞ്ഞ് കിട്ടണ്ട, എന്നാലും ചെറുതായിട്ട് തരി ആയിട്ട് പൊടിഞ്ഞ് കിട്ടിയാലും മതി. അപ്പോൾ നമ്മൾ ഇത് നല്ല ജീരകം, പെരുംജീരകം, കുരുമുളക്, അതുപോലെ തന്നെ മല്ലി ഒക്കെ ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ്. ജാറിൽ എടുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. നമുക്ക് ചിക്കനിൽ അത് ചേർക്കണം. മാരിനേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അത് ചേർക്കണ്ട, പൊടികൾ ഇടില്ലോ, ആ സമയത്ത് മാത്രമാണ് അത് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി പണി തുടങ്ങാം. അപ്പോൾ പാൻ എടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഗാർലിക്കും അതുപോലെ തന്നെ ജിഞ്ചർ, ചില്ലി, അങ്ങനെ അത് ഗ്രീൻ ചില്ലിയൊക്കെ ഇട്ടിട്ട് അത് മൂത്ത് വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഓണിയൻ ഇട്ട് അങ്ങനെ വഴറ്റി ആക്കാണ് ചെയ്യാറ്. പക്ഷേ നേരെ മറിച്ച് ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമ്മളതൊന്ന് മൂടി വെച്ച് അങ്ങനെ അങ്ങോട്ട് വേവിക്കും. അതാണ് ഇത് ചെയ്യണത് കേട്ടോ. പിന്നെ അത് അങ്ങനെ ഒരു 10 മിനിറ്റോളം നമ്മൾ വേവിക്കാം. ഒരു പകുതി വേവാവാം. അങ്ങനെ പകുതി വേവോളം നമ്മൾ മൂടി വെച്ചിട്ട് ഈ ചിക്കനെ വേവിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ ബാക്കി പൊടികളൊക്കെ നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളം അതിൽ നിന്ന് തന്നെ ഡ്രെയിനായിട്ട് വന്നോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടോ, നമ്മൾ മൂടി വെച്ച് വേവിക്കും. കണ്ടോ, അപ്പോൾ നല്ലോണം വെള്ളം അതിൻ്റെ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ചിക്കനിൽ തന്നെ വെള്ളമാണിത്, അത് തന്നെ ഇറങ്ങിയിട്ട് അത് തന്നെ കുക്കായിക്കോളും. അങ്ങനെ നമ്മൾ വേറെ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കേണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ ചിക്കൻ റോസ്റ്റ് ആക്കിയിട്ടല്ല എടുക്കണേ. അങ്ങനെ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊത്തുമുളക്, പിന്നെ ആവശ്യത്തിന് ഇത്തിരി കൂടി ഉപ്പ് വേണ്ടി വരും. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ടുണ്ടാവും, പോരാണ്ട് നമുക്ക് ഇത്തിരി കൂടി ഉപ്പ് ഇടണമെങ്കിൽ ഈ സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇടാം, അത് കഴിഞ്ഞിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ പൊടികളൊക്കെ ചേർക്കേണ്ട സമയമാണ് കേട്ടോ ഇത്. കാരണം നമ്മൾ 10 മിനിറ്റ് വേവിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്കാണ് ഈ അടുത്ത പൊടികളൊക്കെ നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ പിന്നെ ഇടണത് ഗരം മസാല ഇടും. അതിനുശേഷം ഞാൻ ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർക്കാണ് കേട്ടോ. കണ്ട ചിക്കൻ മസാലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ സ്പെഷ്യൽ കൂട്ട് മസാലയാണ് നമ്മൾ പിന്നെ ചേർക്കുന്നത്. അപ്പോൾ അതും ചേർക്കാം. അതിൽ കുരുമുളകൊക്കെ ഉള്ള കാരണം നമ്മൾ അധികം മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, അധികം ഇടാണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ഒരെണ്ണം ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ കുരുമുളകും ഒക്കെ വരുമ്പോൾ സ്പൈസി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പക്ഷേ ചിലവർക്ക് നല്ല സ്പൈസി ആയത് ഇഷ്ടമുണ്ടാകും, പക്ഷെ അധികം കൂടാനും പാടില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സവാള എടുത്തിട്ട് സവാള അതിലേക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതിലേക്കാണ് നമ്മൾ സവാള ഇടുന്നത്. നമ്മൾ സാധാരണ നമ്മൾ ചിക്കൻ ഇടാൻ മുമ്പ് ഇതൊക്കെ വഴറ്റിയ ശേഷമാണ് നമ്മൾ ചിക്കൻ വേവിക്കാനിടാം. ഇത് നേരെ തിരിച്ച് ചിക്കൻ പകുതി വേവായിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് പിന്നെ സവാള ഇടാം. റിവേഴ്സായിട്ട് ചിന്തിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ സവാള ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് വേവിക്കാൻ വേണ്ടി വയ്ക്കുക. ഇത് മൊത്തം വേവാൻ വേണ്ടിയിട്ട്, ഫുള്ളായിട്ട് വേവാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുക. അതിന് ശേഷം വെള്ളമൊന്നും ചേർക്കണ്ട, ഞാൻ പറഞ്ഞില്ല, വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വയ്ക്കണ്ട.
അങ്ങനെ സവാള ഇട്ടിട്ട് നന്നായി അത് ചിക്കൻ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് അതിൻ്റെ ലുക്ക്. സൂപ്പർ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് ഒരു വേറെ തന്നെ ഒരു മസാല ടേസ്റ്റായിരുന്നു. അത്രയും ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പി ആയിട്ട് വരുന്നത് വരയ്ക്കും. ബൈ.